ഹലോ! ഇത് ആക്ച്വലി ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ അല്ല. ഇന്നലെ തന്നെ എഡിറ്റ് ചെയ്തിടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തീരെ സുഖമില്ലാത്തതുകൊണ്ടും വോയിസ് കൊടുക്കാൻ വയ്യാത്തതുകൊണ്ടും ഞാനങ്ങനെ എഡിറ്റ് ചെയ്യാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യം പറഞ്ഞത് എങ്ങോട്ടാണ് വരുന്നതെന്ന് പറയാം. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ വീട്ടിലിങ്ങനെ ബോറടിച്ചപ്പോൾ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, അതേ ശോഭയാത്രയൊക്കെ ഉണ്ടാവും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്, കുറേ ഉണ്ണിക്കണ്ണന്മാരുണ്ടാവും, വായു എന്ന് പറഞ്ഞ് വിളിച്ചു. എനിക്ക് തീരെ വയ്യെങ്കിലും ഞാൻ പിന്നെ ഇത്രയും വിളിച്ചല്ലേ എന്ന് കരുതിയിട്ട് പിന്നെ മരുന്നും വാങ്ങിക്കണം. എന്നാൽ പിന്നെ ബോറടിച്ച് അങ്ങനെ വീട്ടിലിരിക്കുകയാണല്ലോ, ക്ലാസ് കഴിഞ്ഞ് വന്നല്ലേ, അത്രയല്ലേ ഉള്ളൂ, നമുക്കെന്നാൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ആദ്യം വന്ന് നോക്കിയപ്പോഴൊക്കെ കുറച്ച് നേരം നമ്മൾ പോസ്റ്റ് ആയിട്ടാണ്, കാരണം പരിപാടി സ്റ്റാർട്ട് ചെയ്തില്ല. പിന്നെ നേരെ അങ്ങ് നന്നായിട്ട് ഇരുട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് വീഡിയോ ഒക്കെ കിട്ടുമോ, ഒരു ഡാൻസ് ചെയ്യുന്നതൊക്കെ കിട്ടുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ഇവരുടെ ഡാൻസ് എല്ലാം എനിക്ക് വീഡിയോയിൽ കിട്ടി. നല്ല രസമല്ലേ കളിക്കുന്ന കാണാൻ. ആ ഉണ്ണിക്കണ്ണൻ ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ. തീരെ ചെറിയ കൊച്ചാണ്, അതിനൊരു 4-5 വയസ്സ് കാണുമായിരിക്കും. അത് പെങ്കൊച്ചാണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം അവിടെ നിന്ന് ഭൂരിഭാഗം കൃഷ്ണന്മാരും കൃഷ്ണികളാണ്, അതായത് പെൺപിള്ളേരാണ്. എന്നിട്ട് കൃഷ്ണനായിട്ട് ഒരുക്കി കൊണ്ടുവന്നിരിക്കുക. രാധമാരുണ്ട്, ഇല്ലെന്നല്ല, എന്നാലും പെൺപിള്ളേരെയൊക്കെ കൃഷ്ണനായിട്ട് ഒരുക്കിയാണ് കൊണ്ടുവന്നിരിക്കണേ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഒരുങ്ങിക്കുക. ഒന്നല്ല, 1000 കണ്ണന്മാരുണ്ട്. ഇനിയിപ്പോൾ വഴിയെ കുറേ കണ്ണന്മാരെ നമുക്ക് കാണാം. ഒരിടത്തല്ല, എല്ലായിടത്തും. ഞങ്ങൾ ജസ്റ്റ് മരുന്ന് മേടിക്കാൻ പോയപ്പോഴത്തേക്കും എടപ്പങ്ങഴി അമ്പലം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ ഇവരും നേരെ അങ്ങോട്ടേക്കാണ് പോകാനുള്ളത്. അവിടെ ഇഷ്ടംപോലെ കണ്ണന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവരിത് എവിടെ നിന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ മഞ്ഞക്കിളികളെല്ലാം കൂടി വന്നിട്ട് എനിക്കൊന്ന് ഉറിയടിക്കാൻ വേണ്ടി ഇവരായിരിക്കും വന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച മറ്റവർ ആദ്യം ഡാൻസ് ചെയ്തവർ അടിച്ച് പൊട്ടിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഇവരങ്ങ് വന്ന് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 ഡാൻസൊക്കെ കളിച്ച് അങ്ങോട്ട് പൊട്ടിച്ചു കേട്ടോ. അതെനിക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം കുറച്ചധികം നേരം നിന്ന് ഡാൻസ് ചെയ്തിട്ട് അങ്ങനെ പൊട്ടിക്കുമ്പോഴല്ലേ ആ ഒരു രസം വരുന്നത്. ഇതൊരു വലിയ തോട്ടി പോലത്തെ വടി കൊണ്ടുവന്നിട്ട് 2 അടി അടിച്ചപ്പോഴേ സാധനം അങ്ങോട്ട് പൊട്ടി. പക്ഷേ എല്ലായിടത്തും നമ്മൾ ഈ ഫോണിലെ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും നല്ല രസത്തിൽ കുറേ നേരം ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെയല്ലേ കാണുന്നത്. ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കണം എനിക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാതെ വന്നത്. പിന്നെ കുഴപ്പമില്ല, സമയമില്ലാത്തതുകൊണ്ടായിരിക്കും. അവർ വേഗം പരിപാടി തീർത്ത് പോകാമെന്ന് കരുതിയിട്ടുണ്ടാവണം, അറിയില്ല കേട്ടോ എന്നാണ്. ഇവിടെ വമ്പം പരിപാടിയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറിയടിക്കാനായിട്ട് കുറേ നേരം നിന്നിട്ടാണ് ഉറിയടിച്ചത്. അതെല്ലാം റോഡിൻ്റെ നടുക്കാണത് കെട്ടിയിരിക്കണം നിങ്ങൾ ആലോചിക്കുന്നത്. പിന്നെ ഞാൻ ഇടക്കോട്ടൊന്നും വലിഞ്ഞേറാൻ നിന്നില്ല, കാരണം നമുക്ക് അത്രയും പരിചയമില്ലാത്ത ആൾക്കാരും എനിക്ക് സുഖമില്ലല്ലോ. അതുകൊണ്ട് ഞാനങ്ങനെ അതിനിടക്കോട്ടൊന്നും നിന്നില്ല. പിന്നെ നേരെ നമ്മൾ ഷേക്ക് കുടിക്കാൻ വേണ്ടി വന്നു. കാരണം എവിടെയെങ്കിലും ഇറങ്ങിയാൽ നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലല്ലോ. ഒരു ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഈ വടയാണെങ്കിൽ ഭയങ്കര ഹാർഡായിരുന്നു. പിന്നെ പോട്ട് സാരില്ല, എനിക്ക് വാങ്ങി ഞാൻ കണ്ണൻ്റെ തലയിലിട്ട് കെട്ടി വെച്ചു. ഇഷ്ടമില്ലെങ്കിലും അവൻ ചുമ്മാ അങ്ങോട്ട് കഴിക്കുമായിരുന്നു. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത ഫ്ലേവറിൽ ഐസ്ക്രീം അങ്ങ് ആഡ് ചെയ്തു. അപ്പോൾ അതും ഫ്ലോപ്പായി. പിന്നെ കുഴപ്പമില്ല, ജസ്റ്റ് കുടിച്ചു. എന്നുവെച്ചാൽ ഐസ്ക്രീം എല്ലാം വേസ്റ്റ് ആയിട്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഏകദേശം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.